everyone. Welcome to the next session of EduTalk. ഇന്നത്തെ EduTalk എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു EduTalk ആണ്. ഇതിനെ EduTalk എന്ന് വിളിക്കാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ EduTalkൽ എത്തിയിരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന റിമി റോസ് മാത്യൂസ് ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മുടെ ആ 11th and 12th പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ ആ 11th and 12th ആയിരുന്നു. കോട്ടയം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ച ആ സമയം. ആ ഒരു സമയത്ത് എൻ്റെ ലൈഫിന്റെ ഒരു ഭാഗമായിരുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് ഇന്നത്തെ ഈ സെഷനിൽ എത്തിയിരിക്കുന്നത്. സോ അത് മാത്രമല്ല, ഷീസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ റിമി, വെൽക്കം ടു ദി സെഷൻ. Thank you, Shebin. I'm so happy Shebin ഈ സെഷൻ ഇൻവൈറ്റ് ചെയ്തപ്പോ. So happy. ഞാനിപ്പോ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ ഒരു Q&A ഒന്നും അല്ല ആഗ്രഹിക്കുന്നത്, ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ട് തന്നെ പോകാനാണ്. കോമൺ ആൾക്കാർക്ക്, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വരവ് ചെലവ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം റീമിയുടെ തോട്ട്സ്, അതിനെ പറ്റിയുള്ള തോട്ട്സ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജാർഗൺ, വലിയൊരു ടേം ഒന്നും അല്ല. എന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വളരെ റെലവെന്റ് ആയ സബ്ജക്റ്റ് ആണ്. സോ ഇതൊരു ബേസിക് സ്കില്ലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ കോളേജ് ലെവലിൽ ഒരു ഇൻട്രൊഡക്ഷൻ എങ്കിലും, ഒരു ബേസിക് ഐഡിയ എങ്കിലും സ്റ്റുഡൻസിൽ എത്തേണ്ടതായ ടോപ്പിക്കാണ്. ആൻഡ് ആ ഒരു ടോപ്പിക്കിനെ I would rename or call as financial literacy. അത് എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊരു ബേസിക് ഐഡിയ ഏതൊരു കുട്ടിക്കും, ഏതൊരു വളർന്നു വരുന്ന ഒരു അഡൽറ്റിനും, ഒരു യങ് അഡൽറ്റിനും ഉണ്ടാവേണ്ട ഒന്നാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ഇപ്പോ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ ഈസിലി നമ്മളുടെ അടുത്ത ആൾക്കാർക്ക് അവരുടെ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആവട്ടെ, അതർ പ്രൊഡക്ട്സ് ആവട്ടെ, അത് അവർ സെല് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് ആവശ്യമുണ്ടോ, നമുക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള അറിവ്. അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റിനെ കൺട്രോൾ ചെയ്യാനും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. പക്ഷെ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും അവർക്കൊരു ഇൻകം ഉണ്ട്, മേ ബി അത് ഫിക്സ്ഡ് ആയിരിക്കാം, അല്ലായിരിക്കാം. അവരും അവരുടെ ആ ഇൻകത്തിൽ നിന്ന് അവർ ജീവിക്കുന്നു, അവർ കുട്ടികളെ വളർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഫുൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇത് അവരെവിടെയും കോഴ്സ് പോയി പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ശരിയായിരിക്കണമെന്നില്ല, അവർക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള കാര്യം യങ് പീപ്പിളിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐ വുഡ് ഫസ്റ്റ് സേ, നമ്മൾ അറിയണം വാട്ട് ഇസ് ഇൻകം. വാട്ട് ഇസ് ഇൻകം എന്നല്ല, വാട്ട് ഇസ് യുവർ ഇൻകം. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻ ആണ്. ഒരിക്കലും അതൊരു വൺ ഫിറ്റ് ഫോർ ഓൾ അല്ല. ഇപ്പൊ ഷെബിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ടത്. അതായിരിക്കില്ല ഒരു 21 ഇയർ ഓൾഡിന്റെ അവരുടെ ജീവിതത്തിൽ വേണ്ടത്. സോ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ടു അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ലൈഫ് കണ്ടീഷൻസ്, അവരുടെ ഫാമിലി, അവരുടെ ഇൻകം, എല്ലാത്തിനും കസ്റ്റമൈസ്ഡ് ആയിരിക്കും. സോ നമുക്ക് അറിയേണ്ട ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അത് കവർ. സോ ഫസ്റ്റ് തിങ് ഇസ് ഇൻകം. ഇൻകം എന്ന് പറയുമ്പോൾ ഒരു യങ്, ഒരു ഡിഗ്രി പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു 12th ഒക്കെ കഴിഞ്ഞു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഇൻകം ഉണ്ടാവുന്ന നമ്മുടെ ഫസ്റ്റ് ജോലി കിട്ടുമ്പോഴാണ്. ഈ കുട്ടികൾക്കാണെങ്കിൽ, ഒരു ഡിഗ്രി സമയത്തുള്ള ആൾക്കാർക്കാണെങ്കിലുള്ള ഇൻകം എന്നൊക്കെ പറയുമ്പോൾ മേ ബി ട്യൂഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അലവൻസസ് കിട്ടുന്നവരുണ്ടായിരിക്കും, പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതും അവരുടെ വരുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജോലിക്ക് പോയി നമുക്ക് കിട്ടുന്ന ശമ്പളം, അല്ലെങ്കിൽ അതൊരു ഫിക്സ്ഡ് ഇൻകം ജോലിയല്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു കോൺട്രാക്ട് ജോലിയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന വേജ് അല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഫീസ്, അതാണ് നമ്മുടെ ഇൻകം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ല ധാരണ വേണം നമ്മളുടെ ഇൻകം എന്താണെന്നുള്ളത്. ആ ഇൻകം എന്താണെന്ന് മാത്രമല്ല എത്രയാന്നുള്ളത്. എന്നാലേ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളുടെ എന്താണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്. അപ്പോ ഇൻകം ഉണ്ടാക്കുന്ന രീതിയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ടെൽ യു വാട്ട് നെക്സ്റ്റ് ഡു. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് എന്തായാലും നമ്മുടെ ഒരു എക്സ്പെൻസ് എന്താണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നോക്കും, ഓക്കെ, നമുക്ക് റെന്റ് നമ്മുടെ ഒരു എക്സ്പെൻസാ, ഫുഡ് നമ്മുടെ എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ട്രാവൽ നമ്മളുടെ എക്സ്പെൻസ് ആണ്. നമുക്ക് ഇതെല്ലാം നോക്കുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പെൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്, അല്ലെ? ഒരു ഫാമിലി ആകുമ്പോൾ അവരുടെ എക്സ്പെൻസ് വേറെ, ഒരു സിംഗിൾ ആകുമ്പോൾ അവരുടെ എക്സ്പെൻസ് വേറെ. നമ്മൾ വൈഡ് റേഞ്ച് ഓഫ് എക്സ്പെൻസിൽ നമ്മൾക്ക് നല്ല ധാരണ വേണം എന്താണ് നമ്മളുടെ എക്സ്പെൻസുകളെന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓക്കെ, എനിക്കൊരു മാസം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓർക്കും ഇത്ര മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഐ വുഡ് പ്രിഫർ പീപ്പിൾ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പെൻ പേപ്പർ ആണെന്നൊന്നുമില്ല, ഒരു എക്സൽ ഷീറ്റ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു പെൻ പേപ്പറോ ഒരു ചെറിയ നോട്ട് ഡൗൺ ചെയ്യും. ഒരു മാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു മാസം ട്രൈ റൈറ്റിംഗ് ഇറ്റ് ഡൗൺ യുവർ എക്സ്പെൻസസ്. അത് എത്ര പെറ്റി എക്സ്പെൻസ് ആയിക്കൊള്ളട്ടെ, എത്ര വലിയ എക്സ്പെൻസ് ആയിക്കൊള്ളട്ടെ, റൈറ്റ് ഇറ്റ് ഡൗൺ. മേ ബി ഇന്ന് വൈകുന്നേരം പോയി, അല്ലെങ്കിൽ നമ്മളൊരു കോളേജ് കഴിഞ്ഞ് പോയി ചായ കുടിക്കുന്നതായിരിക്കാം, ഒരു 10 രൂപയായിരിക്കാം. പക്ഷെ ആ 10 രൂപ നമ്മൾ 20 ദിവസം 10 രൂപയ്ക്ക് ചായ കുടിക്കുമ്പോൾ 200 രൂപയാവുന്നുണ്ട്. അത് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഫിനാൻഷ്യൽ കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യങ് പീപ്പിളിനോട് ഞാനത് മേജർ ഉദ്ദേശിക്കുന്നത്, ഈ ചെറിയ ചെറിയ എക്സ്പെൻസ് പോലും നിങ്ങളുടെ ഒരു എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കണം. അതും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ്. അപ്പോ ആ എഴുതി കഴിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. ഐ വുഡ് റെക്കമെൻഡ് യു, ശരിക്കും ഒരാഴ്ചത്തേക്കുള്ള ഒരു മാസത്തേക്കൊന്ന് എഴുതി നോക്കൂ. ആ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ, നമ്മൾ ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ചെറിയൊരു ടൈം. അപ്പൊ ചില എക്സ്പെൻസ് ഒക്കെ ഫിക്സ്ഡ് എക്സ്പെൻസസ് ആയിരിക്കും. ഇപ്പം റെന്റ് അത് മാറാനില്ല, മേ ബി ഒരു ഇൻക്രിമെന്റ് വരുന്ന വരെ റെന്റ് ഒരു സെയിം എക്സ്പെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ മേ ബി നമ്മൾ എന്തെങ്കിലും ഒരു ഫീസ് കൊടുക്കുന്നത് അതൊരു ഫിക്സ്ഡ് എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ ബാക്കി നമുക്ക് നെസസറി ആണ്, എന്നാൽ മാറുമ്പോൾ നമുക്ക് ഫുഡ് അത് നമ്മളെ നെസസറി ആണ്. പക്ഷെ അതിനുണ്ടാവുന്ന എക്സ്പെൻസ് വേരിയബിൾ ആണ്. എല്ലാ മാസം സെയിം എക്സ്പെൻസ് ആവില്ല, അത് കയറിയും കൂടിയും ഒക്കെ ഇരിക്കും. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ്, അതും ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രാവന്റ് ലക്ഷറി ഷോപ്പിംഗ് മാത്രമല്ല, നമുക്ക് വളരെ ആവശ്യമുള്ള ഷോപ്പിംഗ് തന്നെയാണ്. അതും നമുക്ക് ആവശ്യമുള്ള ഒരു ഇമോഷണൽ നീഡും സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്, പിന്നെ ഗ്രോസറി അല്ലെങ്കിൽ യോർ ടാക്സ്, നമ്മൾ ടാക്സ് പേ ചെയ്യണമെങ്കിൽ അതും നമ്മുടെ എക്സ്പെൻസ് ആണ്. ഒരു LIC ഇൻഷുറൻസ്, LIC നമുക്ക് പേ ചെയ്യേണ്ട ഒരു amount ആണ്. പിന്നെ അങ്ങനെ എല്ലാം. സോ ഇഫ് യു ട്രാക്ക് ഇറ്റ് ഡൗൺ, ഒത്തിരി ഹെഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ട്രാക്ക് ഇറ്റ് ഡൗൺ യുവർ എക്സ്പെൻസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ സ്പെൻഡിങ് ഹാബിറ്റ്സ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തായി, നമുക്കൊരു ബേസ് ലൈൻ ആയി. നമുക്ക് നമ്മുടെ ഇൻകം എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം, എവിടെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്നറിയാം, എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ വിൽ യു റിലേറ്റ്. ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ ഇൻകത്തിൽ നിന്ന് നമുക്ക് എത്ര എക്സ്പെൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ ബഡ്ജറ്റ് നോക്കുന്നത്. എക്സ്പെൻഡിച്ചർ മാത്രമല്ല, നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ നമുക്ക് സേവിങ്സ് ഉണ്ടാവണം. അപ്പോ ആ ബഡ്ജറ്റിൽ വരേണ്ട 2-3 കാര്യങ്ങളാണ്, സേവിങ്സ് വരണം, എക്സ്പെൻഡിച്ചർ വരണം, ആൻഡ് ഇഫ് പോസിബിൾ ഇൻവെസ്റ്റ്മെന്റ്സ് വരണം. ഓക്കെ, ശരി, ഏകദേശം മനസ്സിലായി. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇപ്പം റീമി പറഞ്ഞല്ലോ നമ്മുടെ ചെറിയൊരു ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആ സമയം എന്റെ മനസ്സിലോട്ട് വന്നത് എന്റെ പപ്പയുടെ കാര്യമാണ്. എന്റെ പപ്പ ഇതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പപ്പയ്ക്ക് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ ഇതുപോലെ കോട്ടയത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ പപ്പ ഇങ്ങനെ എഴുതുന്നത് കണ്ടിട്ട് പപ്പ എന്നെ കൊണ്ട് പപ്പയുടെ എക്സ്പെൻസ് എഴുതിപ്പിച്ചിട്ടുമുണ്ട്.
എനിക്ക് പേന എന്നിട്ട് പറയും ഞാൻ പറയുന്ന എഴുതാ ഇന്നത്തെ. അപ്പൊ ഞാനിങ്ങനെ പപ്പ ടീ ടീ ഇപ്പൊ ഞാനത് ഓർത്തു, അന്ന് ടീക്ക് 5 രൂപയായിരുന്നു. അപ്പൊ ഞാൻ ആ പപ്പയോട് ചോദിക്കായിരുന്നു, ഈ പപ്പയ്ക്ക് എല്ലാ ദിവസവും ഈ ടീ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം 5 5 5 എന്ന് മിക്ക ദിവസവും ഉണ്ട്. പക്ഷെ പുറത്തു പോകും. അപ്പം ഞാൻ എപ്പോ ഞാൻ ചിന്തിക്കുക പപ്പ എന്തുമാത്രം അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. കറക്റ്റാണ്. ഞാൻ ശരിക്കും അത് പോയിന്റ് ആണ്. ചില വീടുകൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് പോക്കറ്റ് മണി കിട്ടുമല്ലോ. ഓ യങ്ങർ ഏജ് നമുക്ക് പോക്കറ്റ് മണി കിട്ടും. പക്ഷെ അന്നൊന്നും വലിയ എമൗണ്ട് ഒന്നും അല്ല. 500,000 ഒക്കെ വലിയ എമൗണ്ട് അന്നത്തെ അത്. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുവാണോ അല്ലയോ പുറത്ത് പോകണോ, ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ മേ ബി കിട്ടുമായിരിക്കും 500 റുപ്പീസ്. നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് തരാണ് 100 രൂപ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ആ തരുന്ന 100 രൂപയ്ക്കും നമ്മളുടെ ഒരു ബുക്ക് ഉണ്ടാവണം എവിടെയാണ് നമ്മൾ ആ 100 രൂപ സ്പെൻഡ് ചെയ്തെന്നുള്ളത്, അല്ലേ? എക്സാക്ട്ലി. അങ്ങനെയാണ് നമ്മളിൽ ആ ഒരു ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമ്മുടെ പാരന്റ്സ് ശ്രമിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി. അത് മേബി ഒരു കാലത്ത് നമ്മുടെ നമ്മളതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും ഞാനിപ്പോ അത് പറഞ്ഞപ്പോ ഓർത്തു, ഇടയ്ക്ക് വെച്ച് എവിടെയോ ഇടയ്ക്കൊക്കെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോഴൊന്നും അത് ചെയ്യാറേ ഇല്ല. പക്ഷെ അത് അത്യാവശ്യമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല, ശരിക്കും നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ബാലൻസ് ഇല്ലായ്മ തോന്നുമ്പോഴാണ് നമ്മൾ അയ്യോ എവിടെയോ പാളുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും അത് ആ പാളുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അപ്പം ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇൻകം വന്നു തുടങ്ങുമ്പോൾ തന്നെ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ചിലപ്പോൾ ഓവർ ദ ടൈം ആ റൈറ്റ് ഇറ്റ് ഡൗൺ ചെയ്യേണ്ട പോലും ആവശ്യമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇനിഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ നോട്ടിംഗ് ഡൗൺ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ആ ഒരു സ്ട്രെസ് ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ് ഉണ്ടാവില്ല. എഫോർഡബിലിറ്റി കണ്ടുപിടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മളുടെ എക്സ്പെൻസുകൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇൻകം ഇത്രയാണ്, അതിനകത്ത് നമ്മുടെ എക്സ്പെൻസ് ഇത്രയാണ്. നമുക്ക് എക്സ്പെൻസ് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവണം. അപ്പോ എക്സ്പെൻസ് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എക്സ്പെൻസ് കുറയ്ക്കണോ വേണ്ടയോ, ഓർ ഈസ് ഇറ്റ് ഫൈൻ, അത് കുറയ്ക്കണോ വേണ്ടയോ, നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ഫാക്ടർ. ഇപ്പം സേവിങ്സിനെ കുറിച്ച് എക്സ്പെൻസിനെ കുറിച്ച് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ റൂൾസ് ഒക്കെ ഇങ്ങനെ പറയും, ആൾക്കാർ പറയും 50 30 20 റൂൾസ് എന്നൊക്കെ പറയും. അപ്പോ പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. ആ എഫേർട്ടിന് ഫസ്റ്റ് നമ്മൾ ഈ എക്സ്പെൻസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ നമ്മൾ അമൗണ്ട് സേവ് ചെയ്യാൻ നോക്കണം. അപ്പം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ, അതായത് വെൻ വി ആർ യങ്, നമ്മുടെ എബിലിറ്റി ടു സേവ് കൂടുതലായിരിക്കും. നമുക്ക് അത്ര ഇൻകം ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ അമൗണ്ട്സ് വെച്ച് നമുക്ക് സേവിങ്സ് കൊണ്ടുവരാം. 100 രൂപയ്ക്ക് പോലും യു ക്യാൻ സ്റ്റാർട്ട് ഒരു ആർ ഡി. എനിക്കറിയില്ല ആർ ഡിയുടെ ഒക്കെ ആർ ഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. ബാങ്കിലുള്ള ഒരു ഫീച്ചറാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് ഒരു 5,000 റുപ്പീസ് 10,000 റുപ്പീസ് ഒക്കെ ഫിക്സ്ഡ് എഫ് ഡി ആയിട്ട് ബാങ്കിൽ ഇടുന്നു, യു വിൽ ഗെറ്റ് ആൻ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ആർ ഡി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് ബാങ്കുകളിൽ. അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചെറിയ അമൗണ്ട്സ്, മൾട്ടിപ്പിൾസ് ഓഫ് എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല, മേ ബി ലെറ്റ്സ് ടേക്ക് 500 റുപ്പീസ്. 500 റുപ്പീസ് നമ്മൾ ഇന്ന് ആർ ഡിയിൽ ഇട്ടു, അപ്പൊ മന്ത്ലി ആ 500 റുപ്പീസ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 1 വർഷത്തേക്ക് 1.5 വർഷത്തേക്കൊക്കെ ആർ ഡിസ് ഇടാം. അപ്പൊ അത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ അത്ര എമൗണ്ട് ഓൾറെഡി നമ്മുടെ ബാങ്ക് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ആർ ഡി ഈസ് എ സ്കീം. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് SIPs, മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷെ അവിടെ നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ട് ആണെന്ന് കണ്ടുപിടിച്ച് ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു 500 റുപ്പീസ് അഗൈൻ ഇടുവാണെങ്കിൽ അതും അവിടെ മ്യൂച്വൽ ഫണ്ടിൽ കിടക്കും. അത് നമ്മുടെ ഒരു സേവിങ്സ് ആണ്. ഈ കോമൺ മാന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ചിട്ടി. എല്ലാവരും ചേരുന്നൊരു കാര്യമാണ് ചിട്ടി ചേരുന്നത്. അപ്പോ നമ്മൾ ചെറിയ അമൗണ്ട്സ് കൊണ്ട് ചിട്ടിയൊക്കെ ചേരുമ്പോൾ ഐ വുഡ് അഡ്വൈസ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വളരെ വിശ്വാസ്യതയുള്ള സ്ഥലങ്ങളിൽ ചേരുക. ഇതൊരു എന്താ പറയാ, ഇതൊരു അഡ്വൈസ്, ഫിനാൻഷ്യൽ അഡ്വൈസ് എന്നല്ല, നമ്മൾ അതിന് നമ്മളുടെ വിവേകം ഉപയോഗിക്കുക, എവിടെ ചെയ്യണം എന്നുള്ളതിന് വിവേകം ഉപയോഗിക്കുക. അപ്പോൾ ആ ചിട്ടിയൊക്കെ ചേരുമ്പോൾ അത് നമ്മുടെ ഒരു സേവിങ് ആയിട്ട് കിടക്കും, നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കും. അങ്ങനെയാണ് നമുക്ക് ചെറിയ ചെറിയ സേവിങ്സ് യങ്ങർ ഏജിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. നമുക്ക് വലിയ ഇൻകം ഒന്നും കാണില്ല, പക്ഷെ ഉള്ള ഇൻകത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസിനെ മാനേജ് ചെയ്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് എ സേവിങ്. അതായിരിക്കണം ഐഡിയോളജി. ഇതിനെയാണ് ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് എന്ന് കേൾക്കുന്ന പൊതുവെ എവിടെയാ, മറ്റേ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് കൊണ്ടുവരുന്നു അല്ലെ, അല്ലെങ്കിൽ കമ്പനീസിന് അവരുടെ ഒരു കമ്പനിയുടെ ബഡ്ജറ്റ് ഇത്രയാണ്,
നമ്മുടെ ജീവിതത്തിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻകത്തിനെ നമ്മൾ എങ്ങനെ എക്സ്പെൻസും സേവിങ്സും ഒക്കെ ആയിട്ട് നമ്മൾ ബൈഫക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ഞാൻ പറയട്ടെ, നമ്മളത് എഴുതി വെച്ചാലല്ലേ നമുക്കറിയുള്ളൂ നമ്മൾ ആ വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ആണോ, വിത്തിൻ ദാറ്റ് ലൈൻ ആണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സേവിങ്സ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട്സ് ആണെങ്കിലും ഇപ്പം കുഞ്ഞു കുഞ്ഞു സേവിങ്സ് ആയിട്ട് തുടങ്ങുക. അത് ശരിക്കും ഒന്ന് എൻ്റെ അടുത്ത് ഒന്ന് ആലോചിക്കുക. 500 വെച്ച് ഇത്ര നാളിട്ട് കഴിയുമ്പോൾ ഒരു വർഷമാകുമ്പോൾ നമുക്കൊരു ചെറിയതെങ്കിലും ഒരു എമൗണ്ട് ആയി, അന്ന് നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ആ യങ്ങർ ഏജിൽ ഇറ്റ് മേക്സ് വളരെ വലിയ ഡിഫറൻസ്, ചെറിയ എമൗണ്ട് തുടങ്ങിയാൽ പോലും. സോ എപ്പോഴും സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് സേവിങ്. പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾക്ക് എക്സ്പെൻസ് വേണം, അല്ലാതെ നിങ്ങൾ ഭയങ്കര പിടിച്ച് ചെലവാക്കി സേവ് ചെയ്യണമെന്ന് പറയില്ല. അങ്ങനെ പിടിച്ച് ചെലവാക്കി സേവ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നം, നമുക്കൊരു ഇമോഷണൽ നീഡ് ഉണ്ട്. ആ ഇമോഷണൽ നീഡിനെ നമ്മൾ മീറ്റ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ഇപ്പം പണ്ട് നമ്മള് ഓക്കെ, ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ ഞാൻ വേറെ കാര്യം പണ്ട് ഞാൻ പലരെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു 2-3 വാക്കുകളാണ് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അപ്പൊ പണ്ട് നമ്മളോട് പാരന്റ്സ് നമ്മൾ ചോദിക്കുകയാണ്, അപ്പൊ എനിക്ക് ഇന്നൊരു 500 റുപ്പീസ് തരുമോ, എനിക്കൊരു പുതിയ എന്തെങ്കിലും വാങ്ങാനാണെന്ന് പറയുമ്പോൾ ആലോചിച്ചേ, അത് ആവശ്യമാണോ, അനാവശ്യമാണോ, അത്യാവശ്യമാണോ? ആ സെയിം പ്രിൻസിപ്പിൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത്യാവശ്യങ്ങൾ യെസ്, ഈ റെന്റ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നെസസിറ്റി ഒക്കെ നമ്മുടെ അത്യാവശ്യമാണ്. പിന്നെ ബാക്കി വേറെ കാര്യങ്ങള്, നമ്മുടെ പഠിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പഠിക്കുന്നതോ ഫീസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. ഈ ചെറിയ ചെറിയ കുട്ടി ഷോപ്പിംഗ്, നമുക്ക് വല്ലപ്പോഴും ചെയ്യുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുന്നത്, അത് അനാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അനാവശ്യമാണ്. പക്ഷേ അത് നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതിനും നമ്മൾ ഫാക്ടർ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. സൈക്കോളജി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അവിടെ അല്ലേ, നമ്മുടെ ഇമോഷണൽ നീഡ്. നമ്മുടെ ഇമോഷണൽ നീഡ് കറക്റ്റ് ആണ്. ഷെമിനെ ആഡ് ഓൺ ചെയ്യാണെങ്കിൽ ചെയ്തോ, കാരണം ബീങ് എ ടീച്ചർ യു വുഡ് ഹാവ്, അല്ലേ? എക്സാക്ട്ലി, കറക്റ്റ് അത് കേട്ടോ. അത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജസും ഓരോ ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മെറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് പല സൈക്കോളജിക്കൽ പ്രോബ്ലംസും വരുന്നത്. അപ്പൊ ഇപ്പം നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ടൈറ്റ് നമ്മൾ പോവുകയാണെങ്കിലും മേ ബി ഒരു 100 റുപ്പീസിൽ ചെറിയൊരു ഗിഫ്റ്റ് വുഡ് ബ്രിങ് എ സ്മൈൽ ടു യു, അല്ലെങ്കിൽ മേ ബി യുവർ പാർട്ണർ, മേ ബി യുവർ കിഡ്. ദാറ്റ് സ്മൈൽ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. ഞാനൊരു ഫൈനാൻസ് ടേമിൽ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആ ഈ പറഞ്ഞ സേവിങ്സ് വേണം, എക്സ്പെൻസ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് ചെറിയ സേവിങ്സ് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. നമ്മൾ എക്സ്പെൻസ് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത്രയും അവൈലബിൾ ഉണ്ടെന്ന്. ആദ്യം നമുക്ക് സേവ് ചെയ്യാൻ പോയാൽ നമ്മുടെ എക്സ്പെൻസിന് ആകെ ഇത്ര അമൗണ്ടുകളേ ഉള്ളൂ. നമുക്കൊരു വലിയ ഇൻകം ഉണ്ടെങ്കിൽ മേ ബി വി ക്യാൻ അഫോർഡ് ദാറ്റ്. പക്ഷേ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സോ തീരുമാനങ്ങൾ only ആഫ്റ്റർ റിയലൈസിങ് യുവർ സെൽഫ് എന്ന് ഞാൻ പറയും. അത് ഒരു മാസം നമുക്ക് ചിലപ്പോൾ നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ ട്രാക്ക് ചെയ്താലോ, ഒരു 2 മാസം ട്രാക്ക് ചെയ്താലോ നമുക്ക് നമ്മളെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇത് വൺ ഫിറ്റ് ഫോർ ഓൾ അല്ല. എനിക്ക് വേണ്ടതല്ല ഷെബിന് വേണ്ടത്, അതൊന്നും അല്ല വേറൊരാൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സേവിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ പോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ഉണ്ടാവേണ്ടത്, ഷെബിയുടെ എമർജൻസി ഫണ്ട്. എത്രത്തോളം റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ റിലേറ്റബിൾ അല്ല, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എമർജൻസി ഫണ്ട് വളരെ ക്രിട്ടിക്കലാണ്. ആസ് ഇൻ എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു,
നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. ഇൻഷുറൻസ് ഇല്ലാതെ മേ ബി പെട്ടെന്ന് ഒരു MRI സ്കാൻ എടുക്കണമെന്ന് മെഡിക്കൽ ഇൻഷുറൻസിൽ അത് കവർ ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ അപ്പം നമുക്ക് ആ MRI സ്കാനുള്ള കാശ് വേണം, വിച്ച് ഇസ് കോസ്റ്റ്ലി നൗ ഡേയ്സ്. ഓക്കെ, ഹെൽത്ത് കെയർ ഇസ് കോസ്റ്റ്ലി അഫയർ ഇപ്പോൾ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ജോലി നഷ്ടം, നമ്മുടെ ജോലി നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം, എന്തെങ്കിലും ഒരു എമർജൻസി, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ഒരു വലിയ മഴയത്ത് നമ്മുടെ വീടിന് മേളിലോട്ട് ഒരു മരം മറിഞ്ഞ് വീണു, അപ്പൊ ആ വീട് റിപ്പയർ ചെയ്യണം, അതും ആവശ്യമാണ്, അത്യാവശ്യമാണ്. അല്ല കാറിന് ഒരു ചെറിയ റിപ്പയർ, പക്ഷെ അത് ചെയ്യണം. മറ്റേ കാറിന് ബ്രേക്ക് പോയാൽ നമുക്കത് എമർജൻസി ആയിട്ട് ചെയ്തേ പറ്റൂ. അവിടെ നമ്മുടെ കാറിന് ഇൻഷുറൻസ് അതൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ നമുക്കൊരു ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഫണ്ട് ബിൽഡ് ചെയ്യുക. സേവിങ്സിനെ കുറിച്ചല്ല ഞാൻ പറയാം, സേവിങ്സ് ഉണ്ട് കേട്ടോ, സേവിങ്സ് നമ്മുടെ ബാക്കി നീഡ്സ്. എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ജനറലി ഒരു റൂൾ എന്നൊന്നും പറയാനില്ല. ജനറലി അപ്പൊ നമ്മൾ പറയാ ഒരു 3 to 6 months ഡിപ്പെൻഡിങ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ലൈഫ്. 3 to 6 months നിങ്ങളുടെ എക്സ്പെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടോട്ടൽ ഇൻകം ആയിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന്. അപ്പൊ ആലോചിക്കണം, നമ്മളത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് തുടങ്ങിയാലേ ഉള്ളൂ യു ക്യാൻ ബിൽഡ് ഇറ്റ്. നമ്മൾ 21ാമത്തെ വയസ്സിൽ നമുക്ക് ജോലി കിട്ടുമ്പോൾ തൊട്ട് നമ്മൾ പയ്യെ ഒരു ഫണ്ട് ഉണ്ടാക്കി തുടങ്ങിയാലേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ പറഞ്ഞ പോലെ കുറെ സേവിങ്സ് ഉണ്ടായി, FD ഉണ്ടായി, ഇതെല്ലാം കൂടെ ഇപ്പൊ നമ്മളൊരു വീട് മേടിച്ചു. വീടൊരു അസറ്റാണ്. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ ഒരു എമർജൻസി വരുമ്പോഴത്തേക്കും നമുക്ക് ഓടിപ്പോയി വീട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അസറ്റ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ എമർജൻസിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡ് ക്യാഷ് ഉണ്ടാവണം. ഐ വുഡ് സേ ലിക്വിഡ് ക്യാഷ്. ലിക്വിഡ് ക്യാഷ് എന്ന് പറയുമ്പോൾ കാശായിട്ട് നമ്മുടെ കയ്യിലിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഒരു FDയിൽ ഇടാം, പ്രൊവൈഡഡ് ആ FD മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് ഇന്ന് പോയാൽ FD പൊട്ടിച്ച് നമുക്ക് കാശ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വളരെ ലിക്വിഡ് അസറ്റ്സിൽ പിന്നെ പറഞ്ഞ പോലെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടാം, നമുക്ക് ATM നിന്ന് വിഡ്രോ ചെയ്താൽ മതി. അപ്പോ എവിടെ ഇടണം എന്നുള്ളത് ഞാൻ പറഞ്ഞ എഗെയിൻ ഇറ്റ്സ് യുവർ ഡിസിഷൻ. കുറെ അവന്യൂസ് ഉണ്ടാവും, ഡിസിഷൻ അത് ഡിസൈഡ് ചെയ്യണം നമ്മളാണ്. പക്ഷേ ആ എമർജൻസി ഫണ്ട് വളരെ ക്രിട്ടിക്കലാണ്. അതും നമ്മുടെ ബഡ്ജറ്റിൽ ഫാക്ടർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ എമർജൻസി ഫണ്ടിലേക്ക് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ഇഫ് യു അറ്റൈൻ, നമ്മൾ മനസ്സിലാക്കി നമുക്ക് 3 മാസത്തെയാണ് നമുക്ക് വേണ്ടത്, ആവശ്യം വരുന്നത്, നമുക്ക് അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമ്മുടെ ഗോൾ അവിടെ എൻഡ് ചെയ്തു. പക്ഷെ നമ്മൾ എപ്പോഴും റീവിസിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ച്, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ആ ഫണ്ട് അത്രയും മതിയോ, അതോ ഡു വി നീഡ് മോർ എന്നൊരു കാര്യം നമ്മൾ റീവിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചോദിക്കുവാണ്, നമ്മളിപ്പോ ജിപേയുടെ സമയമാണ്, എല്ലായിടത്തും നമ്മൾ ജിപേ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഓർക്കും ഓക്കെ ഒരു 10 രൂപയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട, ജിപേ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ ജിപേ ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ നമുക്ക് ചെലവ് വരുന്നുണ്ടല്ലോ, അത് നമ്മൾ പക്ഷെ അറിയുന്നില്ല. നമ്മൾ ഓർക്കുന്ന നമ്മൾ 10 രൂപ വെച്ച് അടയ്ക്കുന്നേ, അതിനെപ്പറ്റി ഒന്ന് പറയോ? ഈ ജിപേ ഉപയോഗിക്കുന്നു, അതേപോലെ നമ്മൾ ക്യാഷ് പേ ചെയ്ത് ജിപേ. അപ്പോ ജിപേ എന്ന് മാത്രമല്ല, ജിപേ ഒരു നമ്മള് ആ ഒരു പെർട്ടിക്കുലർ ഫോറത്തിനെ മാത്രം ഉദ്ദേശിക്കും. ജിപേ, ഫോൺ പേ, ഇല്ലെങ്കിൽ നമ്മൾ ആ ടെക്നോളജി യൂസ് ചെയ്ത് പേ ചെയ്യുന്ന എല്ലാ മീഡിയംസ് നമ്മൾ ആ പറഞ്ഞ പോലെ നമ്മൾ പേ ചെയ്യുമ്പോഴത്തേക്കും 10 രൂപ, 100 രൂപ, 150 റുപ്പീസ് നമ്മൾ ചുമ്മാ നമ്മുടെ ബാങ്കിൽ തന്നെയാണ് കാശ് പോകുന്നത്. പക്ഷെ നമ്മളത് ചെറിയ അമൗണ്ട്സ് ആണ് പോകുന്നത്. നമ്മൾ കാശ് എടുത്ത് പേ ചെയ്താലും ജിപേ എടുത്ത് പേ ചെയ്താലും പോകുന്നത് കാശ് തന്നെയാണ്, സെയിം അമൗണ്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാങ്ക് ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി യെസ് നമുക്ക് അറിയാം നമ്മുടെ ബാങ്കിൽ ഇത്ര കാശ് പോയിട്ടുണ്ട്, നമ്മുടെ ബാങ്കിൽ ഇത്ര ബാലൻസ് ഉള്ളത്. അല്ല, നമ്മളൊക്കെ നമ്മുടെ ബാങ്കിൽ ഇത്ര കാശുണ്ട്, നമ്മൾ കുഞ്ഞു പേയ്മെന്റ്സ് നടത്തുന്നുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ട്രാക്ക് നഷ്ടമാകുമെന്ന് എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളത് റൈറ്റ് ഡൗൺ ചെയ്ത് നോക്കുള്ളൂ, നമ്മുടെ ആ അമൗണ്ടുകൾ വിൽ ആഡ് അപ് ടു കുറച്ച് ഒരു ഹ്യൂജ് എമൗണ്ട്. അതുപോലെ നമ്മളെ ക്യാഷ്, അത് 5000 റുപ്പീസ് ക്യാഷ് ക്യാരി ചെയ്തിട്ട് നമ്മൾ ആ പേയ്മെന്റ്സ് നടത്തുവാണെങ്കിൽ നമ്മൾ ഓരോ പേയ്മെന്റ് എന്റെ ഇനി ഇത്ര
ഇത്ര ബാക്കിയുള്ളൂ എന്നൊരു അവയർനെസ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ആ ബോധ്യത്തോടുകൂടെ ക്യാഷ് സ്പെൻഡ് ചെയ്യും. അതേസമയം ചില 5,000 റുപ്പീസ് ബാങ്കിൽ കാണുള്ളൂ. നമ്മൾ ആ ബാങ്ക് ബാലൻസ് അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു കണക്കില്ലാതെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, പലർക്കും. സോ അത് കുറച്ച് വിജിലന്റ് ആയിരിക്കണം. ഈ ടെക്നോളജി ഇസ് വെരി ഗുഡ്, നമുക്ക് വളരെ കൺവീനിയന്റ് ആണ്. പക്ഷേ പീപ്പിൾ ഷുഡ് ബി മോർ വിജിലന്റ് ഇൻ യൂസിങ് ദിസ് ടെക്നോളജി. ഫ്രോഡ്സിനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്ന, മിയർ സ്പെൻഡിങ്ങിനെ കുറിച്ച്. ഞാൻ ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയ പോയിന്റ്, ഐ ഡോണ്ട് നോ ഇറ്റ്സ് റൈറ്റ് ടു ആഡ് അറ്റ് ദിസ് പോയിന്റ്. ഫ്രോഡ് എന്ന ഫാക്ടർ വന്നുകൊണ്ട് പറഞ്ഞാണ്. നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ച്. ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇൻഫോംഡ് ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട്. ഈ ആൾക്കാർ സെല് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ഇപ്പൊ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് കുറെ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് സോൾഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അഡ്വൈസസ്, അല്ലെങ്കിൽ ഇൻഷുറൻസുകൾ, മെഡിക്കൽ ഇൻഷുറൻസുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിൽ ഈസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഈസ് ഇസ് റിക്വയർഡ്, ഈ രണ്ട് ക്വസ്റ്റിനും ആൻസർ പറയണം നമ്മളാണ്. അപ്പം യങ്ങർ ഏജിൽ നമുക്ക് ഇത് മനസ്സിലായി നമ്മുടെ എന്താണ് ഫിനാൻസ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈസ് ഇറ്റ് വിത്തിൻ അവർ ലിമിറ്റ് എന്നറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഓൾസോ വെരി ക്രിട്ടിക്കൽ. അതേപോലെ തന്നെ ഞാൻ ചോദിക്കാം, ഈ നമ്മുടെ ഇപ്പൊ ഉള്ള ഞാൻ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യുമല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ഒത്തിരി യൂട്യൂബിലുണ്ട്. അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നല്ല വ്ളോഗ്സ് കാണാറുണ്ട്. മീൻസ് ഞാൻ പറയുന്ന ഫാമിലി വ്ളോഗ്സിനെ പറ്റിയല്ല, ഡെയിലി ആയിട്ടുള്ള നമുക്കറിയാം. അപ്പൊ അവരൊക്കെ പുതിയ പുതിയ ഓരോരോ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവര് അതിനകത്ത് പ്രൊമോഷൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും കാണും. അപ്പൊ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിലും ഇത് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നാൽ അവരുടെ ജോലി കുറച്ചുകൂടി ഈസി ആകുമെന്ന് ചിന്തിക്കുന്നവർ കാണും. അപ്പൊ ഇവരത് ചെയ്യുന്നതുകൊണ്ട് ഞാനും അത് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഒരിക്കലും ചിലപ്പം കോമൺ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ വീട്ടിലെ ഇൻകം ഓർക്കാതെ ആയിരിക്കും ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം അവർക്ക് വളരെ ഒരുപാട് ഇൻകം എന്നുള്ളവരല്ല, പക്ഷെ അവര് കഷ്ടപ്പെട്ട് ഓരോരോ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ദൈവമേ, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, EMI ആയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓരോരോ പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നതിനെ പറ്റി ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് നമ്മുടെ കോമൺ ആൾക്കാരുടെ ഇൻകത്തെ കൂട്ടാൻ ഇടയാക്കുന്നുണ്ടോ? അപ്പൊ റീമിയുടെ ഒരു ഒബ്സർവേഷൻ പറയാം. ആൾക്കാർ അത് ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ കോമൺ ഇൻകത്തെ പറ്റി ബോധേഡാവാതെ അവർ വാങ്ങിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി റീമിക്ക് എന്താണ് പറയാനുള്ളത്? അതൊരു വളരെ റെലവെന്റ് ഐ വുഡ് സേ. കാരണം ഇതൊരു കൺസ്യൂമറിസ്റ്റിക് സിറ്റുവേഷൻ ആണ്. അതായത് ഒരു ഇന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ഇപ്പം ഷെബിൻ പറഞ്ഞ പോലെ അതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ്, ഇറ്റ്സ് നോട്ട് എ ക്രിറ്റിസിസം. പക്ഷെ ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ തന്നെയാണ്. പണ്ട് നമ്മുടെ ടിവികളിൽ അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു, ഇന്ന് ടിവിയിൽ അഡ്വർടൈസ്മെന്റ്സും ഉണ്ട്, ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് വഴിയുള്ള മാർക്കറ്റിംഗും ഉണ്ട്. ഇറ്റ്സ് ഓൾ മാർക്കറ്റിംഗ്. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ സെയിലാണ് അവർക്ക് മുഖ്യം. ദാറ്റ്സ് വൈ ദേ ഡു ഇറ്റ്. ദർ ഇസ് നോ റോങ് ഇൻ ദാറ്റ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോമൺ മാന്റെ ആസ്പെക്ട്, നമ്മളൊരു ഒരു പുതിയ സാധനം കണ്ടു, കൊള്ളാലോ. നമ്മളെല്ലാം കൺസ്യൂമറിസ്റ്റിക് ആണ്. നമുക്കെല്ലാം ഈ പറഞ്ഞ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്. നമ്മൾ എത്രത്തോളം ജീവിച്ചാലും നമ്മൾ കൊള്ളാലോ, സംഭവം നമുക്ക് കാശുണ്ടാക്കി അത് മേടിക്കണം. അത് ചെറിയ സാധനം ആയിക്കോട്ടെ വലിയ സാധനം ആയിക്കോട്ടെ, അത് ആൾക്കാരുടെ ടെൻഡൻസി ടു ബൈ തന്നെയാണ്. അതുകൊണ്ടാണോ അങ്ങനെ അവർ അഡ്വർടൈസ് ചെയ്യുന്നത്? ആ ടെൻഡൻസി ടു ബൈനെ നമ്മൾ ഉണ്ടാവേണ്ട കാര്യം, ഐ വുഡ് സേ ദ വേർഡ് ഇസ് ഡിസിപ്ലിൻ. ഓക്കെ, അതും വളരെ ചെറുതിലേ തൊട്ടേ. ഇറ്റ്സ് നോട്ട് വീടുകളിൽ അതൊരു നമ്മൾ തന്നെ വീടുകളിൽ പാരന്റ്സ് ആയിട്ടും നമ്മൾ സ്വന്തമായിട്ടും നമ്മൾ കുട്ടികളെ രാവിലെ എണീറ്റ് ഇന്ന ടൈം പങ്ക്ച്വാലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഹൈജീനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഒരു വാക്കാണ് ഡിസിപ്ലിൻ. ഇങ്ങനെ ഡെക്കോറം കീപ്പ് ചെയ്യണം. ആ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിലും.
ആ ഡിസിപ്ലിൻ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വരവിനനുസരിച്ച്, നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ കേർബ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യുന്നത്. യെസ്, ഒരു പുതിയ സാധനം കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അത് തെറ്റൊന്നുമല്ല. യു ക്യാൻ ബൈ ദാറ്റ്. എങ്ങനെയാ? നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെൻസുകൾ നമുക്കറിയാം. when you write down and think of it, ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ഈ മാസത്തെ കുറയ്ക്കുക, എന്നിട്ട് ബൈ ദാറ്റ്. അപ്പൊ എന്ത് പറ്റി? നമ്മളൊരു കടക്കെണിയിൽ പെടുന്നില്ല, നമുക്കൊരു ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഇറ്റ്സ് ഹൗ യു എന്താ പറയാ അഫോർഡ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു എക്സ്പെൻസ് കുറച്ചിട്ട് അടുത്ത എക്സ്പെൻസ് കൂട്ടുക. ഇപ്പൊ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എക്സ്പെൻസുകൾ കാണും ഇല്ല, ചില ആഴ്ചകൾ നമുക്ക് എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ക്യാഷ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് യു ബൈ ദാറ്റ്. ഇറ്റ് മേക്ക് സെൻസ്. അല്ലാതെ നമ്മുടെ ഇവിടെ എക്സ്പെൻസ് കുറയ്ക്കുന്നില്ല, ഇൻകവും കൂടുന്നില്ല, എല്ലാം കറക്റ്റ് ലെവലിൽ നിൽക്കുകയാണ്, എന്നിട്ട് ഇഫ് യു ഗോ ആൻഡ് ബൈ ദാറ്റ്, ശരൺ പറഞ്ഞ പോലെ EMI എടുക്കും. EMI എടുക്കുന്നത് ഇസ് ഗുഡ്, അല്ലെന്ന് ഞാൻ പറയത്തില്ല, ഗുഡിനെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ കാശ് മുഴുവൻ കൊടുത്ത് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ അതിന് നമുക്കൊരു വലിയ ബർഡനാണ്. നമുക്ക് അത്രയും കാശ് ഒറ്റയടിക്ക് രൊക്കം കയ്യിലുണ്ടാവണം. പക്ഷെ EMI എടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് അത് അടച്ചാൽ മതി. So EMI options are good provided we use it vigilantly. ആ വിജിലൻലി എന്നൊരർത്ഥം, ഓക്കെ സേ നമ്മൾക്ക് EMI അടക്കേണ്ട എമൗണ്ട്, നമ്മളൊരു ഫ്രിഡ്ജ്, ഓക്കെ ഒരു വീട്ടിൽ ഒരു പുതിയ ഫ്രിഡ്ജ് അഡ്വർടൈസ്മെന്റ് വന്നു. സോ ഫ്രിഡ്ജിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആ ഫ്രിഡ്ജിന്റെ ഒരു EMI എമൗണ്ട് സേ കംസ് ടു അറൌണ്ട് 10,000 per month. ഞാനൊരു വേഗ് ഫിഗറാ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ 10,000 മാസം അടിച്ചാൽ മതി, ഇത്രയും വലിയൊരു എമൗണ്ട് ഒറ്റ അടിക്ക് അടിക്കേണ്ട, EMI ഇസ് ഗുഡ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ വൺ പോയിന്റ് ഇസ്, നമ്മുടെ ഇൻകം സേ സം എമൗണ്ട്, ഒരു എമൗണ്ട് ആണ്, നമ്മുടെ എക്സ്പെൻസസ് അറ്റ് പാർ, എക്സ്പെൻസ് പ്ലസ് സേവിങ് പ്ലസ് എമർജൻസി ഫണ്ട് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന അറ്റ് പാർ വിത്ത് ഇൻകം ആണ്. നമുക്ക് ആ ഇൻകത്തിൽ അഡീഷണൽ 10,000 അഫോർഡ് ചെയ്യാൻ പറ്റണം. അതായത് EMI അടയ്ക്കാനുള്ള 10,000 നമ്മുടെ ഇൻകത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇറ്റ് മേക്ക് സെൻസ് ടു ബൈ ദറ്റ് ഫ്രിഡ്ജ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ക്രെഡിറ്റ് കാർഡ് ബില്ല് കൂടിക്കൊണ്ടേയിരിക്കും. ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കണമെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് നിന്ന് ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് അസറ്റിനെ ഡിപ്ലീറ്റ് ചെയ്യേണ്ടി വരും ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കണമെങ്കിൽ. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ഫാക്ടറാണ്. അത് ഒരാളുടെ വൺ ഓഫ് എ കേസ് ഒന്നും അല്ല. ഒരു നമ്മൾ ഓർക്കും, ഓക്കെ നമ്മൾ ഒരു കടയിൽ പോകുന്നു, ഓക്കെ നമ്മുടെ കാശ് ഈ മാസം ഇച്ചിരി കുറവാണ്, ഇറ്റ്സ് ബൈ ഇറ്റ് ഓൺ ക്രെഡിറ്റ് കാർഡ്. എല്ലാവരും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് എ ട്രെൻഡ് നൗ. കമ്പനീസ് ആണെങ്കിൽ ദേ ഓഫർ ക്രെഡിറ്റ് കാർഡ്സ് അറ്റ് വെരി മിനിമൽ ചാർജസ് നൗ. ഭയങ്കര ഓഫേഴ്സ് ഒക്കെ ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സ് ആർ അവൈലബിൾ. പീപ്പിൾ യൂസ് ക്രെഡിറ്റ് കാർഡ്സ് ക്വൈറ്റ് ഓഫൺ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റും എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ വി ഷുഡ് ഓൾസോ കീപ് ഇൻ മൈൻഡ് ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്ന സമയം അത് അടയ്ക്കാനുള്ള കാശ് നമ്മുടെ അക്കൗണ്ടിൽ കാണണം. സോ there lies that planning in the importance. Discipline is important. വേണോ വേണ്ടെന്നോ നമ്മൾ തീരുമാനിക്കണം. തീരുമാനിച്ചു വേണം, നമുക്ക് നോക്കാം. നമ്മുടെ അഫോർഡബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ആ അഫോർഡബിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വെക്കണം. കാരണം ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഇഫ് ഐ എം നോട്ട് റോങ്, നമുക്കിപ്പം മന്ത് ബിഗിനിങ്ങിലാണ് സാലറി വരുന്നത്, ഫസ്റ്റിലാണ് നമ്മൾ സാലറി വരുന്നതെങ്കിൽ, സാലറി പേഴ്സൺ ആണെങ്കിൽ ഐ തിങ്ക് ഓൺ 10th ഓർ സംതിങ് ആണ് ക്രെഡിറ്റ് കാർഡ് ബിൽ ജനറേറ്റ് ചെയ്യുന്നത്. മിക്കവാറും ആ 1 to 10 days മേജർ എക്സ്പെൻസസ് ഓഫ് ഫിക്സ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തെങ്കിലും ഹോം ലോൺ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സേ യുവർ സ്കൂൾ ഫീസ് ഓർ മറ്റേ ഗ്രോസറി, മന്ത്ലി ഗ്രോസറി എക്സ്പെൻസ്, അതെല്ലാം മീറ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി ഇൻകം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ 10th നമുക്ക് അത് അടയ്ക്കാനുള്ള ഒരു എമൗണ്ട് കൂടെ നമ്മൾ ഉണ്ടാവണം ഇഫ് യു ആർ യൂസിങ് ക്രെഡിറ്റ് കാർഡ്സ്. സോ ദാറ്റ്സ് എ വെരി റെലവെന്റ് ടോപ്പിക്. അപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്, കമ്പനി ചെയ്യുന്നത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദർ ലൈഫ്. ഈ പ്രൊഡക്ട്സ് മേ ഓർ മേ നോട്ട് ബി ഇമ്പോർട്ടൻറ്റ് ഇൻ ആർ ലൈഫ്. അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? ഡു വി റിയലി നീഡ് ഇറ്റ്? ക്യാൻ വി അഫോർഡ് ഇറ്റ്?
നമ്മുടെ പേഴ്സണൽ ഡിസിഷൻ ആയിരിക്കണം. നോട്ട് ബിക്കോസ് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മളൊന്ന് മേടിച്ചിട്ട് പ്ലീസ് ഡോണ്ട് ഫോൾ ഇൻ ടു ദീസ് ട്രാപ്സ്. ഡെറ്റ് ട്രാപ്പിൽ വീഴാതിരിക്കുക. ഇറ്റ്സ് വെരി റെലവെന്റ് ദീസ് ഡേയ്സ് ആ ഒരു നോളജ്. കാരണം ഞാൻ പറയുന്ന വെച്ചാൽ ഇന്ന് ബാങ്ക്സ് കോൾ യു അപ്പ് ടു സേ ദാറ്റ് പേഴ്സണൽ ലോൺസ് ആർ അവൈലബിൾ. വളരെ ലോ കോസ്റ്റ് ഇൻട്രസ്റ്റിലെ പേഴ്സണൽ ലോൺസ് ആർ അവൈലബിൾ. നമുക്ക് ചിലപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ടായിരിക്കും. കാർ ലോൺസ് ആർ അവൈലബിൾ. അല്ലെങ്കിൽ യെസ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഇറ്റ് ക്യാൻ ബ്രിങ് ഗുഡ് ടു അവർ ലൈഫ്. പക്ഷെ ഞാൻ പറയാണ്, അത് ഫാക്ടർ ചെയ്യണമെങ്കിൽ നമുക്കത് അഫോർഡബിൾ ആവണം. ആ അഫോർഡബിലിറ്റി നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നല്ല, നമ്മൾ തന്നെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോ ഒരു പുതിയ കാർ അല്ലെങ്കിൽ യങ് പീപ്പിൾ or anyone would be interested in getting a car. I would say when you start earning, if you really want to buy a car, start saving for it. Okay, start saving ചെറിയ amounts. Say first നിങ്ങൾക്ക് 500 rupees മാറ്റി വെക്കാണെങ്കിൽ do that over the term of 2 to 3 years, 4-5 years, increase what you save. ബാക്കി എല്ലാത്തിനും സേവിങ് വേണം. പക്ഷെ ഞാൻ പറയാണ്, പെർട്ടിക്കുലർ ഡ്രീം ദാറ്റ് യു ഹാവ്, സേവ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡ്രീം. അതിന് മേ ബി ആ ഫുൾ എമൗണ്ട് ഒന്നും നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുള്ള എമൗണ്ട് സേവ് ചെയ്യില്ലായിരിക്കും. പക്ഷേ that point you can pay a good amount down payment കൊടുക്കാം. എന്നിട്ട് ബാക്കി affordable EMI plans you can still get a car. Where I say affordable, that EMI it fits into your income. That's how you plan your finance. Okay, so I think ഷെബിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു. It is not my purview. It is ഞാൻ പറയാണ്, എന്റേത് ഞാൻ ഒന്നും തെറ്റല്ല, പക്ഷെ it's up to you to take the decision. So managing a debt, അതൊരു I would say അതൊരു കഴിവാണ്. Finance management is a skill, a basic skill set anybody should have. അതായത് അതൊരു ജെൻഡർ ഇതല്ല, ഒരു ഏജ് സ്പെസിഫിക് അല്ല, ഒന്നുമല്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഡിസിപ്ലിൻ സ്കിൽ ഐ വുഡ് സേ. അതിന് ചെയ്യേണ്ടത് you should gain as much as knowledge which you have. And to the point Shebin said, influencers or marketing or something, I would say one more thing. See, in the social media, there are people who give you financial advices as well. Fin influencers, it's a current topic now. Yes, they are doing their job, but I would still tell you, when you hear them, don't take everything that they say. അവർ particular പോയിന്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. There will be a before, there will be an after. And your life will, how to bring, is it relevant? You should again read about it. You should again get expert opinions about it. അല്ലാതെ അവര് പറഞ്ഞത് ഓക്കെ അവരിങ്ങനെ പറഞ്ഞു, so this is true, I'll just believe it. No, don't do that. ഞാൻ ഇപ്പോഴും പറയാണ്, സോഷ്യൽ മീഡിയ അല്ല എവിടെയും, because somebody says something to you, don't believe it. Do your homework of anything and everything, only then take it, because it costs you your life. നിങ്ങൾ എം ചെയ്യുന്ന income is your life. It will cost your life. So do your homework, think about it, take the decision. Okay, towards the end, വേറൊരു critical topic in this is investments. ഞാൻ സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു. Yes, savings is necessary. And I would also say about investments. Investments എന്ന് പറഞ്ഞാൽ ഇന്നും തൊട്ടല്ല, പണ്ടത്തെ കാലത്തും people used to invest in various buckets, I would say. അപ്പോ മേ ബി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും അപ്രിഷിയേറ്റിംഗ് അസറ്റ്സിലാണ്. ഒരു ലാൻഡ്, ഒരു വീട്, മേ ബി കാരണം കുറെ നാൾ കഴിഞ്ഞ് വിറ്റാലും കാശ് കിട്ടും. പിന്നെ പക്ഷെ വീടും ലാൻഡും ഒന്നും അതൊരു അപ്രിഷിയേറ്റിംഗ് അസറ്റ് ആയതുകൊണ്ടല്ല, അത് ചിലപ്പോൾ ഒരു ഇമോഷണൽ കണക്ട് ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം ആ അസറ്റ്. Nothing is wrong. I would say nothing is wrong. It is all up to you. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ do the investment
by diversifying the portfolio എന്ന് ഞാൻ പറയും. Because everything is important. നമുക്ക് say invest ചെയ്യാൻ let's say we have a 5,000 rupees to invest. ഞാൻ ഒരു ബിഗിനറുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി saying you 5,000 rupees. Don't invest your 5,000 rupees into one particular bucket. അത് 5,000 കൊണ്ട് എല്ലാ മാസം FD ഇടേണ്ട ആവശ്യമില്ല. ആ 5,000 you can split. ആ വളരെ റിസ്ക് ഇല്ലാത്ത നോർമൽ റിട്ടേൺസ് കിട്ടുന്ന ഒന്നാണ് FD പോലുള്ള ഫാക്ടേഴ്സ്. FD, RD അങ്ങനെയുള്ള വളരെ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഉള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ബോണ്ട്സ് അങ്ങനെയുള്ളത്. There is a risk associated with it. It's always good to take a risk. പക്ഷെ again I would say another word, take only affordable risk. ഇപ്പൊ നമ്മൾ ആ 5,000 rupees I am saying that 1,000 rupees I am going to do invest in a particular stock. Monthly I would invest, or I am going to do a SIP, ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ആ ഇൻവെസ്റ്റ് ചെയ്ത 1,000 rupees ഉള്ള മ്യൂച്വൽ ഫണ്ട് we expect നമ്മൾ കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും മ്യൂച്വൽ ഫണ്ട് അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടാവും, മ്യൂച്വൽ ഫണ്ട് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. സോ അറ്റ് എ പോയിന്റ് ചിലപ്പം ഈ ഇട്ട കാശ് പോവാം sometimes, and do invest only if you can afford to do it. അല്ലാതെ അത് പോയി കഴിഞ്ഞ് അയ്യോ എന്റെ കാശ് മുഴുവൻ പോയേ എന്ന് ഓർത്ത് റിഗ്രറ്റ് ചെയ്ത് ജീവിതം മുഴുവൻ എന്റെ കാശ് പോയി എന്റെ കാശ്. See, your life is not ending there. You still have to move on. അതിന്റെ ബാക്കി അസറ്റ്സിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മുടെ ബാക്കി ലൈഫ് മുന്നോട്ട് പോകണം. ആ പോയ കാശ് പോട്ടേന്ന് വെക്കാനേ പറ്റുള്ളൂ ഫോർ ദ ടൈം ബീങ്. എന്തെങ്കിലും ആ മ്യൂച്വൽ ഫണ്ട് പച്ച പിടിച്ച് വന്നാൽ മൈറ്റ് ഗെറ്റ് ഇറ്റ്. അപ്പൊ സോ ആ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ, റിസ്ക് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ, ഡു യുവർ ഹോംവർക്ക് thoroughly, എന്നിട്ട് അഫോർഡബിൾ റിസ്കുകൾ എടുക്കുക. യെസ്, റിസ്ക് വിൽ ഗിവ് യു മോർ റിട്ടേൺസ്, അതുപോലെ റിസ്ക് മൈറ്റ് ഗിവ് യു ഓൾസോ ലോസസ്. If it is a good return for you, good for you. If it is a loss for you, again, don't worry. It's only affordable loss ആണെന്ന് എൻഷുർ ചെയ്യുക. സോ അതുകൊണ്ടൊരു കോഷ്യസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. I think ഏറെക്കുറെ this is what basic financial information that I wanted to share with the young people. So ഇത് ജനറിക് ഐഡിയ ആണ്. ദിസ് ഇസ് നോട്ട് എ ബിഗ് സയൻസ് എന്നുള്ള വളരെ ജനറിക് ഐഡിയ ആണ്. ഐ വാസ് ട്രൈങ് ടു സേ. ഐ തിങ്ക് ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു വളരെ യങ് അഡൽട്ടിന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ, ഹാവ് ദ ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്. Ensure that you are doing what is affordable for you. And if you can't do it by yourself, you can always take expert help. Might cost you a little in the beginning, but that might cost. If you have a person to consult, do it. Okay, so നമ്മൾ പറഞ്ഞ പോലെ this is a basic financial information. ഒരു ഇൻഫർമേഷൻ അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലിറ്ററസി ആണ് what I meant. So when you go about in your life, make sure you keep all this in your mind. Have that financial discipline. Make sure you know things before you fall into traps. And I wouldn't say everything is a trap, but be cautious that you do not fall into trap. So do your homework, collect information, learn about things, then go about in life. And in the market, there are so many budgeting apps that is available. I'm not going to name any. പക്ഷെ കുറെ അധികം ബഡ്ജറ്റിംഗ് ആപ്സ് ഐ തിങ്ക് ഇൻ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ iOS സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബഡ്ജറ്റ് യുവർ എക്സ്പെൻസസ്. ബഡ്ജറ്റ് എന്ന് മാത്രമല്ല, ഫോർ യുവർ ഡെയിലി എക്സ്പെൻസ് യു കൻ ട്രാക്ക് ഡൗൺ ഫുഡ്, ഗ്രോസറി, അല്ലെങ്കിൽ യുവർ ഷോപ്പിംഗ്, ഫീസ്, റെന്റ്, എവറിത്തിങ് യു കൻ ട്രാക്ക് ഡൗൺ. ഒരു മന്ത്ലി അങ്ങനെ ട്രാക്ക് ചെയ്താലും യു കൻ ഈസിലി മാനേജ് ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓർ യു കൻ, ഞാൻ പറഞ്ഞ പോലെ, ഒരു പെൻ പേപ്പർ മെത്തേഡ് ആവാം, ഒരു എക്സൽ ഷീറ്റ് ആവാം. Try at least for once and see, will that better your life? Okay.
ഓക്കെ, So, ലെറ്റ് മീ ആഡ് വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കമ്പാരിസൺ ഉണ്ട്. ലോ ഇൻകം, അവർക്ക് ലോ ഇൻകം, ഹൈ ഇൻകം ആണ്. ഇപ്പൊ റീമിയുടെ ഒരു ഒപ്പീനിയനിൽ ഈ ലോ ഇൻകം ഹൈ ഇൻകം അത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. okay, low income, high income is something, it's up to the person. അത് relevant ആണോ എന്ന് ചോദിച്ചാല്, see, നമുക്ക് എപ്പോഴും ഇൻകം വേണം to meet your expenses. If you want to grow up to a different particular lifestyle or different particular income group, you have to obviously increase your income. ഇപ്പോൾ ഒരു ഫിക്സ്ഡ് ഇൻകം ആൾക്കാർക്കാണെങ്കിൽ if their employment permits, അവർക്ക് വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം which is legal. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആൾക്കാർക്കാണെങ്കിൽ they can diversify the business to gain more. ഇതെല്ലാം ഒരു റിസ്ക് ബേസ്ഡ് ആക്ടിവിറ്റി ആണ്. ആ റിസ്ക് ബേസ്ഡ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് ഇസ് അഫോർഡബിൾ, ഗോ ഫോർ ഇറ്റ്. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ് എത്തിക്കലി, ലീഗലി, ഗോ ഫോർ ഇറ്റ്. പിന്നെ ബീങ് എ ലോ ഇൻകം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മാറ്റേഴ്സ് ഇൻ എ സൊസൈറ്റി if it doesn't matter to you. ഇപ്പോ സം പീപ്പിൾ വുഡ് ബി വെരി ഹാപ്പി, ആ ലോ ഇൻകത്തിൽ വെരി ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് മെറ്റീരിയലിസ്റ്റിക്കലി വേറൊന്നും വേണമെന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനം സന്തോഷമായിട്ട് ജീവിക്കുന്ന കുറെ ലോ ഇൻകം ആൾക്കാരുണ്ടായിരിക്കും. ഇഫ് യു ആർ ഹാപ്പി ദാറ്റ് വേ, ബി ദാറ്റ്. ഞാനിപ്പോഴും വൈ ഷുഡ് യു കൺവിൻസ് എ സൊസൈറ്റി ദാറ്റ് യു ആർ സംതിങ് എന്നുള്ളൂ. ഇഫ് യു വോണ്ട് ടു കൺവിൻസ് എ സൊസൈറ്റി ദാറ്റ് യു ആർ സംതിങ്, ഡു കൺവിൻസ് ദം. If you don't want to do it, don't do it. And it's completely personal. താങ്ക് യു സോ മച്ച് റീമി. എനിക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് അത് ക്ലിയർ ആയി. താങ്ക് യു സോ മച്ച് റീമി. റീമിയുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തു. അത് ഇത് കേൾക്കുന്നവർക്കും യൂസ്ഫുൾ ആയി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. You're welcome, Shefin. I'm so happy. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. So we are going to wind up. Thank you so much, everyone. Thank you.